وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം അവസാനിപ്പിച്ചത് പരലോകത്തിൻ്റെ ലദ്ദത്തുകളാണ് യഥാർത്ഥത്തിലുള്ള ലദ്ദത്ത്, ആസ്വാദനം എന്നത്. അപ്പോൾ ദുനിയാവിൽ ഏറ്റവും അധികം ആസ്വാദനം നൽകുന്നത് പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ദുനിയാവിലെ ആസ്വാദനങ്ങളെല്ലാം പരലോകത്തെ ആസ്വാദനങ്ങൾ അറിയിക്കുന്നതായിട്ടാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണ്, അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കലാണ്, അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ്. അത് നേടിത്തരുന്ന കാര്യം ദുനിയാവിലുള്ളത് അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനോടുള്ള ഇഷ്ടവുമാണ്. അപ്പം അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, വലദ്ദാത്തു ദുനിയ സലാസത്തു അൻവാ. ദുനിയാവിലെ ആസ്വാദനങ്ങൾ മൂന്നിനങ്ങളാണ്. ഫഅഅ്ളമുഹാ വഅക്മലുഹാ, അതിലേറ്റവും മഹത്വമേറിയതും പൂർണ്ണമായതും മാ ഔസല ഇലാ ലദ്ദത്തിൽ ആഖിറ, പരലോകത്തിന്റെ ആസ്വാദനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്. വയുസാബുൽ ഇൻസാനു അലാ ഹാദിഹി ലദ്ദത്തി അതമ്മ സവാബ്, ഈ ആസ്വാദനം ദുനിയാവിൽ ലഭിക്കുന്ന ഒരുത്തന് പരലോകത്തും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും. അഥവാ ദുനിയാവിലൊരു ആസ്വാദനം നമുക്ക് കിട്ടുന്നുണ്ട്, അത് മുഖേന പരലോകത്തെ ആസ്വാദനം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. വലിഹാദ, അതുകൊണ്ടാണ് കാനൽ മുഅ്മിനു യുസാബു അലാ മാ യഖ്സുദു ബിഹി വജ്ഹല്ലാഹി മിൻ അക്ലിഹി വശുർബിഹി വലിബാസിഹി വനിക്കാഹിഹി, അതുകൊണ്ടാണ് ഒരു മനുഷ്യന് പ്രതിഫലം നൽകപ്പെടുന്നത് എന്തടിസ്ഥാനത്തിൽ? അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവന്റെ വസ്ത്രം, അവന്റെ ഭക്ഷണം, അവന്റെ വിവാഹം, അതുപോലുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാൽ അവന് പ്രതിഫലം നൽകപ്പെടും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊരു ആസ്വാദനത്തിനാണ്, നമ്മൾ ചിലപ്പോൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ ഒരു ആസ്വാദനം ഉണ്ടാവും, വിവാഹത്തിലൂടെ ഉണ്ടാവും. അതൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാനാണ്, തനിക്ക് ഇബാദത്ത് ചെയ്യാനാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ നിയ്യത്തുണ്ടെങ്കിൽ അവനത് പ്രതിഫലം നൽകപ്പെടും ആ ആസ്വാദനം കൊണ്ട്. അങ്ങനെയൊക്കെ നൽകപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ചോദിക്കണം, ഫകൈഫ ബിലദ്ദത്തി ഈമാനിഹി, അപ്പൊ ഈമാനിന്റെ ലദ്ദത്ത് എന്തായിരിക്കും? ഇതെല്ലാം മനുഷ്യനെ ആസ്വദിക്കുന്ന ആവശ്യമുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് തന്നെ പ്രതിഫലം നൽകപ്പെടും. അപ്പൊ ഈമാനിന്റെ ആസ്വാദനം അനുഭവിക്കുന്ന ഒരാൾക്കോ വമഅരിഫതിഹി ബില്ലാഹ്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്, വമഹബ്ബതിഹി ലഹു, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, വശൗഖിഹി ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്, വതമഇഹി ഫി റുഅയതി വജ്ഹിൽ കരീം ഫി ജന്നാത്തിൻ നഈം, നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള കൊതി, അതും കൊണ്ട് ജീവിക്കുന്ന ഒരുത്തന്റെ ആസ്വാദനം എത്ര വലുതായിരിക്കും, അതിലുള്ള പ്രതിഫലം എത്ര മഹത്തരമായിരിക്കും. അതാണ് ഒന്നാമത്തെ ആസ്വാദനം ദുനിയാവിലുള്ളത്. രണ്ടാമത്തേത് നഉസാനി ലദ്ദത്തുൻ തംനഉ ലദ്ദത്തൽ ആഖിറ, പരലോകത്തിന്റെ ആസ്വാദനം മുറിച്ചു കളയുന്ന, തടസ്സമാകുന്ന ദുനിയാവിന്റെ ആസ്വാദനം. വതുഖിബു ആലാമൻ അഅ്ളമ മിൻഹാ, അതുകൊണ്ട് ശിക്ഷയുണ്ടാകും, വേദന അനുഭവിക്കേണ്ടി വരും. കലദ്ദത്തിൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔസാൻ മവദ്ദതൻ ബൈനഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഏതുപോലെ അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിച്ച് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവയെ ഇഷ്ടപ്പെടുന്ന, അവരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ആസ്വാദനം പോലെ അവരതിലൊരു ആസ്വാദനം കാണുന്നുണ്ടാവും. അള്ളാഹുവിന് പകരക്കാരെ ഇബാദത്ത് ചെയ്തത്, ഈ ആസ്വാദനം എന്താ ഉണ്ടാവുക? അതവർക്ക് പരലോകത്തെ ആസ്വാദനം കിട്ടില്ല എന്ന് മാത്രമല്ല, ശിക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യും. അവർ പരസ്പരം എന്ത് ചെയ്യും? ഈ പിശാചുക്കളെ ആരാധിക്കുന്ന വഴി അവർ പരസ്പരം ഒരു ആസ്വാദനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞതുപോലെ, റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗ്നാ അജലനാ അല്ലദീ അജ്ജൽത ലനാ, പിശാചുക്കളുമായിട്ട് പല രീതിയിൽ ചിന്മകളുമായി മുഴുകുമ്പോൾ അത് മുഖേന ലഭിച്ച ആസ്വാദനം ഞങ്ങൾ പരസ്പരം ആസ്വദിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഇതാ നീ പറഞ്ഞ ഇവിടെ സമയം എത്തിയിട്ടുണ്ട്. ഖാല അന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ഷാ അല്ലാഹ്, നിങ്ങൾക്കുള്ള അഭയസ്ഥാനം, സ്ഥലം എന്നുള്ളത്, നിങ്ങൾക്കുള്ള ഭവനം എന്നുള്ളത് അത് നരകമാണ് എന്ന് പറയും. അപ്പോ ഈ രീതിയിലുള്ള ഷിർക്കിന്റെ ആസ്വാദനം.
അതുപോലെ തന്നെ പെട്ടതാണ് വലദ്ദതി അസ്ഹാബിൽ ഫവാഹിഷ് വദ്ദുൽ വൽബഗി ഫിൽ അർദി വൽഉലുവി ബിഗൈരിൽ ഹഖ്. ദുനിയാവിലെ മ്ലേച്ഛതകൾ, ഹറാമായ കാര്യങ്ങളിൽ മുഴുകി അക്രമം ചെയ്ത് മറ്റുള്ളവരുടെ മേലെ അധികാരം കാണിച്ച് ജീവിക്കുന്ന അതുപോലെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ആസ്വാദനം, തെമ്മാടിത്തരങ്ങളിൽ ലഭിക്കുന്നത്, ഇതും നാളെ പരലോകത്തെ ആസ്വാദനം തടയുന്നു മാത്രമല്ല ശിക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ആസ്വാദനം ഉണ്ടല്ലോ, ഹറാമുകൾ ചെയ്തിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും ഒരു ദുനിയാവിൽ അനുഭവിക്കുന്ന ആസ്വാദനം, ഇതിന്റെ യാഥാർത്ഥ്യം എന്താ അറിയോ? യഥാർത്ഥത്തിൽ ഈ ആസ്വാദനം പറഞ്ഞ ഇന്നമാ ഹുവ ഇസ്തിദ്റാജും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഇസ്തിദ്റാജാണ്. ലിയുദീഖഹും ബിഹാ അഅ്ലമൽ ആലാമി വയഹ്രിമഹും ബിഹാ അക്മലൽ ലദ്ദാത്ത്. അത് കാരണത്താൽ അവർക്ക് ഏറ്റവും വലിയ വേദന അനുഭവിക്കേണ്ടി വരും, ഏറ്റവും നല്ല ആസ്വാദനങ്ങൾ തടയപ്പെടുകയും ചെയ്യും. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ച് ധിക്കരിച്ച് ജീവിക്കുമ്പോൾ തന്നെ അവൻ എല്ലാവിധ നിഅമത്തുകളും ഭൗതികമായിട്ട് നൽകിക്കൊണ്ടിരിക്കുക. അത് നൽകുന്നത് എന്തിനാ? അവസാനം ഈ നൽകിയതിന്റെ പേരിൽ കൂടി ശിക്ഷ അവനെന്താവും? കൂടുതലാവും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ അവർ ആസ്വദിക്കുന്ന ഈ ആസ്വാദനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ഒന്ന്, അവരുടെ കൽബിൽ ഉണ്ടാവില്ല, അത് ഭൗതികമായിട്ടുള്ളതായിരിക്കും. രണ്ടത് ഇസ്തിദ്റാജ് ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ പറഞ്ഞു, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവരറിയാത്ത രീതിയിൽ അല്ലാഹു അവരെ ഇസ്തിദ്റാജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഉംരി ലഹും ഇന്ന കൈദി മതീൻ. അവർക്ക് വ്യാമോഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ആ കെണി അത് വളരെ ശക്തമായിട്ടുള്ളതാണ്, അതിൽ അവർ കുടുങ്ങും. സലഫുകൾ ഈ ആയത്തിനെ പറയുന്നിടത്ത് പറയാറുണ്ടായിരുന്നു, കുല്ലമാ അഹ്ദസു ദംബൻ അഹ്ദസ്നാ ലഹു നിഅമതൻ. ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴൊക്കെയാണോ അവരൊരു തിന്മ ചെയ്യുന്നത്, ഒരു തിന്മ ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴൊക്കെ അവർക്ക് അള്ളാഹു നിഅമത്ത് കൊടുക്കും. ഒരു തിന്മ ചെയ്താൽ അവർക്ക് ഭൗതികമായിട്ടുള്ള നിഅമത്ത് കൊടുക്കും. എന്തിനാണ്? അവരെ പിടികൂടാൻ വേണ്ടി. അതുപോലെ തന്നെ അള്ളാഹു സൂറത്തുൽ അൻആമിലെ 44-45 ആയത്തിൽ പറയുന്നു, ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അവർക്ക് തോന്നിയതൊക്കെ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അള്ളാഹു കൊടുക്കും. അങ്ങനെ അവർ സന്തോഷിച്ച് ആർമാദിച്ചിരിക്കും. അപ്പൊ അവരെ അള്ളാഹു പെട്ടെന്ന് പിടികൂടും. മറ്റൊരായത്തിൽ കാണാം, സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നു, അയഹ്സബൂന അന്നമാ നുബിദ്ദുഹും മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഉറൂൻ. അവർക്ക് സമ്പത്തും സന്താനങ്ങളൊക്കെ കുറെ കിട്ടിയെന്നുള്ളത് അള്ളാഹ് അവർക്ക് കുറെ നന്മ കൊടുക്കാൻ ധൃതിപ്പെട്ട് ദുനിയാവിൽ തന്നെ കൊടുത്തു എന്നാണോ വിചാരിച്ചിട്ടുള്ളത്? അവർ മനസ്സിലാക്കുന്നില്ല. അത് ശരിക്കും അവരെ ശിക്ഷിക്കാനാണ്. അതുപോലെ തന്നെ സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞു, ഫലാ തുഅജിബുക അംവാലുഹും വലാ ഔലാദുഹും. നബിയെ, കുഫാറുകൾക്ക്, അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന ആളുകളുടെ സമ്പത്തും സന്താനങ്ങളും കണ്ട് നീ അത്ഭുതപ്പെടണ്ട. ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരെ ശിക്ഷിക്കാനാണ്. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലും, വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ. അവര് ഈ അവസ്ഥയിൽ അവര് നശിച്ചു പോകുന്നതാണ് ഉണ്ടാവുക. അതായത് ദുനിയാവിയായ വസ്തുക്കൾ വർദ്ധിച്ച് അവർ ആസ്വാദനത്തിൽ മുഴുകുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഇസ്തിദ്റാജാണ്, അവരെ പിടികൂടാനുള്ളതാണ്. ഈ ആസ്വാദനങ്ങളെല്ലാം പരലോകത്ത് വലിയ ശിക്ഷകളായി മാറും. ഇതാണ് രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ദിനം ആസ്വാദനങ്ങൾ ദുനിയാവിൽ ആസ്വാദനം ഉണ്ടാവും, അതുകൊണ്ട് പരലോകത്ത് എന്തുണ്ടാവൂല? ആസ്വാദനം നഷ്ടപ്പെടില്ല. പരലോകത്തെ ആസ്വാദനത്തിന്റെ അടിസ്ഥാനം അവിടെ ഇല്ലാതാവൂല. ചിലപ്പോൾ കുറച്ച് കുറയും, അതിന്റെ പൂർണ്ണതയിൽ ചിലപ്പോൾ ഉണ്ടാവൂല, ചിലപ്പോൾ കുറച്ച് കുറയും. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള പരലോകത്ത് കിട്ടുന്ന ആസ്വാദനം അവിടെ ഉണ്ടാകും. അതായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഹാദിഹി ലദ്ദത്തുൽ മുബാഹത്തു, അനുവദിക്കപ്പെട്ടിട്ടുള്ള ആസ്വാദനങ്ങളാണ്. അത് അവർക്ക് ആസ്വദിക്കാം. പക്ഷെ അതിൽ മുഴുകിക്കഴിഞ്ഞാൽ, വല്ലാതെ അതിൽ മുഴുകിക്കഴിഞ്ഞാൽ പരലോകത്തെ ആസ്വാദനത്തിൽ കുറവ് വരും. അനുവദിക്കപ്പെട്ട ആസ്വാദനം അതെന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാണ്, ഫഹാദിഹി സമാനുഹ യസീറുൻ ലൈസ ലിതമത്തുഇ നഫ്സി ബിഹാ ഖദ്റുൻ വലാ ബുദ്ദ അൻ തശ്ഗല അമ്മാഹു ഖൈറുൻ വഅൻഫഉ മിൻഹാ. ഇതുപോലെയുള്ള ആസ്വാദനങ്ങളിൽ വല്ലാതെ അതിനേക്കാൾ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും ചെയ്തു എന്നുള്ളതുകൊണ്ട് പരലോകത്തെ ആസ്വാദനം നഷ്ടപ്പെടില്ല, അതിന്റെ അടിസ്ഥാനം നഷ്ടപ്പെടില്ല, ചിലപ്പോൾ കുറഞ്ഞു വരുള്ളൂ. ഏതൊക്കെയാണത്? വഹാദൽ ഖസ്മുഹു അല്ലദി അനാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, കുല്ലു ലഹ്വിൻ യൽഹു ബിഹി റജുലു ഫഹുവ ബാതിലുൻ. ഒരുത്തൻ മുഴുകുന്ന വിനോദങ്ങളെല്ലാം ബാത്തിലാണ്. ഇല്ല, ഏതൊഴികെ റമ്യഹു ബിഖൗസിഹി, അവൻ അമ്പെയ്യാൻ വേണ്ടി പഠിക്കുന്നത്, അന്നത്തെ ആയോധന കലകളിലുള്ള അമ്പെയ്ത്ത് പഠിക്കുന്നത്, അതിന് ചെയ്യുന്നത്, അങ്ങനെയുള്ള വിനോദം.
അത്. പിന്നെ രണ്ടാമത്തേത് കുതിര ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഇത് വിനോദമാണ്, പക്ഷെ അതൊരു പരിധി വരെ അനുവദിക്കപ്പെട്ടിട്ടുള്ള, അതല്ലാത്തൊക്കെ ബാത്തില പറയാം. മൂന്നാമത്തേത് അവന്റെ ഭാര്യയുമായിട്ട് കളിക്കുന്നതും കളി തമാശകളിൽ മുഴുകുന്നത്. ഇത് അവന് അവകാശപ്പെട്ടുള്ളതാണ്. അപ്പൊ ഇത് അനുവദിക്കപ്പെട്ടുള്ള ആസ്വാദനമാണ് ദുനിയാവില്. പക്ഷെ ഒരു പരിധി വിട്ട് നമ്മൾ അതിൽ മുഴുകിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപകാരപ്രദമായ കാര്യങ്ങൾ നഷ്ടപ്പെടും. അത് മുഖേന പരലോകത്തിൽ എന്തെങ്കിലും കുറവുണ്ടാവും, പക്ഷെ അസ്ല് ഇല്ലാതാവില്ല. അപ്പൊ ഈ 3 തരത്തിലാണ് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം, നമ്മളിപ്പോ ഈ കാര്യങ്ങൾ പറയാനുള്ള ഒരു കാരണമുണ്ട്. നമ്മളൊരു ചർച്ചയിൽ നിന്ന് അത് വന്നത്. ഈ കിതാബിന് ഒരു ഫ്ലോ ഉണ്ട്, അത് മനസ്സിലാക്കല് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായി, വായിക്കുമ്പോഴേ അത് ശരിക്കും കിട്ടുള്ളൂ. നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? ഈ ഹുബിന്റെ അപകടങ്ങൾ, ഇഷ്കിന്റെ അപകടങ്ങൾ നമ്മൾ പറഞ്ഞപ്പോ ചില ആളുകൾ ഹുബ് കൊണ്ടുള്ള നേട്ടങ്ങൾ പറയാറുണ്ട് പറഞ്ഞു. അപ്പൊ ആ നേട്ടങ്ങളെ പറ്റി നിങ്ങൾ എന്താ പറയാത്ത എന്നതിന് മറുപടിയാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അതിൽ അള്ളാഹുവിനോടുള്ള ഹുബും അതിന്റെ ആസ്വാദനവും പരലോകത്തെ ആസ്വാദനവും ദുനിയാവിന്റെ ആസ്വാദനങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, മറ്റേതിന്റെ മറുപടി ആയിട്ട് തന്നെ പറയുന്ന വാക്യത്തിൽ അവസാനിപ്പിക്കുകയാണ്, ഫഹാദൽ ഹുബ്ബ് ലാ യുൻകർ വലാ യുദം. ഇവിടെ പറഞ്ഞ ഹുബുണ്ടല്ലോ, അള്ളാഹുവിനോടുള്ളതും അതുപോലെ ഈ പറഞ്ഞ ഇനങ്ങളിൽ വിടുന്ന പെട്ടിട്ടുള്ള ഹുബ്, അത് ആക്ഷേപിക്കപ്പെടുന്ന ഒന്നല്ല, ഇത് ആക്ഷേപിക്കപ്പെടുന്നതല്ല. ബൽ ഹുവ അഹ്മദു അൻവാഇൽ ഹുബ്, പക്ഷേ അത് സ്തുതിക്കപ്പെടുന്ന നല്ല ഇനങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ ഹുബിൽ നല്ലതായിട്ടുള്ളത് ഏതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. വകദാലിക ഹുബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്, അതുപോലെ അള്ളാഹുവിനോടും റസൂലിനോടും ഹുബ് എല്ലാ മുഅ്മിന്റെ ഖൽബിലുണ്ടാവും. കാരണം അതില്ലെങ്കിൽ ഒരാൾ എന്താവൂല, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതിന്റെ വിഷയത്തിൽ ആളുകൾ വ്യത്യസ്ത ദർജയിലായിരിക്കും. ഇപ്പോൾ എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഇഷ്ടം പോലെ ആവില്ല വേറൊരാൾക്ക്, അയാളെ പോലെ ആവില്ല വേറൊരാൾക്ക്, കൂടുതലും കുറവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുന്നതാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വ്യത്യസ്ത ദർജകളിലായിരിക്കും. അപ്പൊ ഈ ഹുബ് അഥവാ പരലോകത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഹുബ് കൊണ്ടാണ് എന്തുണ്ടാവുകയുള്ളൂ, ദുനിയാവിൽ ആ ഇഷ്കിന്റെ ആളുകൾ പറഞ്ഞതുപോലെ എന്തുണ്ടാവുകയുള്ളൂ, അവന് സമാധാനം ഉണ്ടാവുള്ളൂ. ഏതുപോലെ അസ്കാൽ തകാലീഫ്, ഭാരങ്ങൾ നീങ്ങിപ്പോകുന്ന, വതുസഖി അൽ ബഖീൽ, പിശുക്കനെ ഔദാര്യവാനാക്കുന്ന, വതുശജ്ജിഉൽ ജിബാൻ, ഭീരുവിനെ ധീരനാക്കുന്ന, വതുസഫി ദിഹൻ, ബുദ്ധിയെ നന്നാക്കി തരുന്ന, വതുറവ്വിഉൻ നഫ്സ്, ശരീരത്തിന് കൂടുതൽ ഉന്മേഷം നൽകുന്ന, വതുതയ്യിബുൽ ഹയാത്ത് അലൽ ഹഖീഖ, ജീവിതം വിശിഷ്ടമാക്കുന്ന ഹുബ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളതാണ്, പരലോകത്തേക്ക് ഉപകാരപ്പെടുന്നതാണ്, അല്ലാതെ മറ്റേത് പറഞ്ഞതല്ല എന്ന് പറയാം. ലാ മഹബ്ബത്ത സൂരി അൽ മുഹറമ, ഹറാമായിട്ടുള്ള ആ ഇഷ്ഖു സുവർ, അതല്ല ഒരാൾക്ക് ഹുബ് കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ നേടിത്തരുന്നത്, പരലോകത്തേക്ക് അടുപ്പിക്കുന്നത് മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോ അത് പറയാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, വഹാദിഹിൽ മഹബ്ബത്തുല്ലതി തുനവ്വിറുൽ വജ്ഹ്, ഈ പറഞ്ഞ ഇഷ്ടങ്ങളാണ് ഒരുത്തന്റെ മുഖം പ്രകാശപൂരിതാക്കുക, വതശ്റഹു സദ്ർ, നെഞ്ച് വിശാലമാക്കുക, വതുഹീൽ ഖൽബ്, ഖൽബിന് ജീവൻ ഉണ്ടാക്കുക, വകദാലിക മഹബ്ബത്തു കലാമില്ലാ, അതുപോലെ അള്ളാഹുവിന്റെ കലാമിനോട് ഖുർആനിനോടുള്ള ഇഷ്ടം, ഫഇന്നഹാ മിൻ അലാമത്തി മഹബ്ബത്തില്ലാ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ അലാമത്താണ് അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള ഇഷ്ടം. അപ്പോ അള്ളാഹുമായി ബന്ധപ്പെട്ട ഇഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഉപകരിക്കുന്നതും നേട്ടങ്ങളും ഉണ്ടാക്കി തരുന്നത്, അല്ലാത്തതും ഉണ്ടാവില്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ്. നിങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമുണ്ടോ എന്ന് അറിയണോ, നിങ്ങൾക്ക് അള്ളാഹിനും റസൂലിനും ഇഷ്ടമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിനുള്ള മാർഗം പറയാണ്, വഇദാ അറദ്ത അൻ തഅലമ മാ ഇൻദക വഇൻദ ഗൈരിക മിൻ മഹബ്ബത്തില്ലാ, നിന്റെ അടുക്കലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുക്കലോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്രയാണ് എന്ന് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഫൻദുർ മഹബ്ബത്തുൽ ഖുർആൻ മിൻ ഖൽബിക്, നീ നിന്റെ സ്വന്തത്തിൽ നോക്കുക. നിന്റെ കാര്യം നോക്കണമെങ്കിൽ നിനക്ക് ഖുർആനിനോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നോക്കുക. والتذاذك بسماعه أعظم من التذاذ أصحاب الملاهي والغناء المطرب بسماعهم, സംഗീതം കൊണ്ട് മുഴുകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവരെ സംഗീതത്തിനോട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, അവരത് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതലായി ഖുർആൻ കേൾക്കുമ്പോൾ നിനക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഫഇന്ന മിനൽ മഅലൂം, അറിയപ്പെട്ട ഒരു കാര്യമാണ്, അന്ന മൻ അഹബ്ബ മഹബൂബൻ കാന കലാമുഹു വഹദീസുഹു അഹബ്ബ ശൈഇൻ ഇലൈഹി, ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ, ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അയാളുടെ സംസാരങ്ങൾ, അയാളെ കുറിച്ച് പറയാൻ ഇതായിരിക്കും അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവും. മൻ അഹബ്ബ ശൈഅൻ അക്തറ ദിക്റ, ഒരാൾക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്താണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അവൻ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. അയാളുടെ സംസാരം കേൾക്കാനായിരിക്കും അവന് ഇഷ്ടമുണ്ടാവും. അള്ളാഹിന് ഇഷ്ടമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അള്ളാഹുമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അള്ളാഹുമായി മുനാജാത്ത് നടക്കാൻ, അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ, പാരായണം ചെയ്യാൻ, അത് പഠിക്കാൻ, അതിനോടൊക്കെ താല്പര്യം ഉണ്ടാവും. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ തഹറത് ഖുലൂബുനാ ലമാ ശബിഅത് മിൻ കലാമില്ലാ, നമ്മുടെ ഖൽബൊക്കെ നന്നായിരുന്നെങ്കിൽ, ശുദ്ധിയായിരുന്ന, നല്ല
പ്യുവർ ആയിരുന്നെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് മതിയാകുമായിരുന്നില്ല എന്ന് പറയുമായിരുന്നു. അപ്പൊ അള്ളാഹിന് ഇഷ്ടമുള്ള ഒരാൾക്ക് അള്ളാഹിന്റെ കലാം എത്ര പാരായണം ചെയ്താലും എത്ര കേട്ടാലും മതിയാവുകയില്ല, അത്രയധികം അതിനെ ഇഷ്ടമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാറുണ്ടായിരുന്നു. ഒരിക്കലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, റസൂൽ നിങ്ങൾക്കല്ല ഇറങ്ങിയത്, ഞാൻ പാരായണം ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേറെ ആളെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ പരലോകത്ത് ഷഹീദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന ആയത്ത് സൂറത്ത് നിസായിൽ പാരായണം ചെയ്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് മതി പാരായണം ചെയ്തത് എന്ന് പറയുക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബികൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ അബൂ മൂസ അൽ അശ്ശരി റളിയല്ലാഹു അൻഹു ഉണ്ടാവുമായിരുന്നെങ്കിൽ, അബൂ മൂസ അൽ അശ്ശരി നല്ല മനോഹരമായി, നല്ല ശബ്ദത്തിനുടമയാണ്, നല്ല മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഉണ്ടെങ്കിൽ അവർ പറയും, യാ അബാ മൂസ ദക്കിർന റബ്ബന, നീ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്ക്. ഫയഖറഉ വഹും യസ്തമിഊൻ, അദ്ദേഹം പാരായണം ചെയ്യുകയും ബാക്കിയുള്ളവര് കേൾക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഖുർആനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് കൂടുതൽ ആസ്വാദനവും അത് സന്തോഷവും അത് സമാധാനവും നൽകുന്നതായിരിക്കും. പിശാചിന്റെ ആളുകൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ, സംഗീതത്തിന് അടിമപ്പെടുക എന്ന് പറഞ്ഞ ഒരുത്തൻ പിശാചിനെ കീഴ്പ്പെട്ടു എന്നുള്ളതിന്റെ അർത്ഥമാണ്. ഒരുത്തൻ സംഗീതം അതിന് അടിമപ്പെടാതെ പിശാചിന് കീഴ്പ്പെടുക, പിശാചിന്റെ വിളിയാളവും പിശാചിന്റെ ശബ്ദവുമാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് മുഴുകിപ്പോകുന്നവൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവരതിൽ ആസ്വാദനം കണ്ടെത്തുന്നതിനേക്കാൾ എത്രയോ ഉന്നതിയിലായിരിക്കും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ ഖുർആന് കൊണ്ട് ആസ്വാദനം കണ്ടെത്തുക എന്ന് കാണാം. ഇനി ഈ കിതാബിലെ അവസാനത്തെ ഫസ്ലായിട്ട് പറയാണ് മഹബ്ബത്തുൽ സൗജാത്ത്. നമ്മൾ പറഞ്ഞു, ഈ കിതാബിൽ പറഞ്ഞു, ഹബ്ബിനെ പറ്റി പറഞ്ഞു, അതിൽ സ്ത്രീകളോട് തോന്നുന്ന ഇഷ്കിനെ പറ്റി പറഞ്ഞു. ഇനി പറയുന്നത് ഭാര്യമാരോടുള്ള ഇഷ്ടം, അതായത് ഹലാലായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭാര്യമാരോടുള്ള ഇഷ്ടം, അതിനെ പറ്റിയാണ്. വമ്മാ മഹബ്ബത്തുൽ സൗജാത്ത്, ഇനി ഭാര്യമാരോടുള്ള ഇഷ്ടം, ഫലാ ലൗമ അലൽ മുഹിബ്ബി ഫീഹാ, ആ ഇഷ്ടപ്പെടുന്ന ഒരുത്തന് എന്തില്ല, ഒരു ആക്ഷേപമില്ല. ഒരുത്തൻ അവന്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു, ഭാര്യമാരെ ഇഷ്ടപ്പെടുന്നു, ഒരു ആക്ഷേപമില്ലാത്ത കാര്യം. ബൽ ഹിയ മിൻ കമാലിഹി, പക്ഷെ അതൊരു പുരുഷന്റെ കമാലിയത്തിൽപ്പെട്ട, അവന്റെ പൂർണ്ണതയിൽപ്പെട്ട, പുരുഷത്വത്തിൽപ്പെട്ട കാര്യമാണ്. വഖദ് ഇംതന്ന സുബ്ഹാനഹു ബിഹാ അലാ ഇബാദിഹി, അല്ലാഹു അതൊരു മിന്നത്തായിട്ടാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല സൂറത്തുർ റൂമിൽ പറഞ്ഞു, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ അള്ളാഹുവാണ് ആ മവദ്ദത്ത്, പാഷനേറ്റ് ലവ് എന്നെല്ലാം പറയും ഇംഗ്ലീഷ്, അത്രയും പ്യുവർ ആയിട്ടുള്ള ആ ഇഷ്ടം ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ റഹ്മത്ത്, കാരുണ്യം ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒരു പുരുഷന് അവന് സമാധാനമായി സാന്ത്വനമായിട്ട് മാറുന്നതാണ് അവന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഖാലിസുൽ ഹുബ്, അതാണ് മവദ്ദത്ത് പറഞ്ഞത്, പ്യുവർ ലവ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉള്ളിൽ ഇട്ടുകൊടുക്കും. അത് റഹ്മത്തിനോടൊപ്പം ചേർന്നിട്ടുള്ളതാണ്, അത് കാരുണ്യത്തോട് കൂടിയിട്ടുള്ള ആ ഇഷ്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇടയിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത്. കാരണം സ്ത്രീ എന്നുള്ളത് ഹറാമായിട്ടുള്ള ഒരു അന്യ സ്ത്രീ എന്ന അവന് ഹറാമാണ്. അവന് നോട്ടമോ സംസാരമോ അല്ലെങ്കിൽ അവളെ ആസ്വദിക്കലോ ഹറാമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഒരു പുരുഷനെ സ്ത്രീയുടെ വിഷയത്തിൽ വളരെ ദുർബലനായിട്ടാണ്. ഇപ്പോ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, പിന്നെ വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത്ത് അൻ തമീലു മൈലൻ അളീമ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൗബ സ്വീകരിക്കണം, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനാണ്. പക്ഷേ ദേഹേച്ഛകളെ പിൻപറ്റുന്നവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നേരായ മാർഗത്തിൽ തെറ്റിക്കണം എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ അള്ളാഹു ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പുരുഷനും സ്ത്രീ ഒരു അവസ്ഥയിലായിട്ട് വിവാഹം എന്നുള്ള ഒരു ഹലാലായിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ എന്ത് വലിയൊരു പരീക്ഷണമായിരിക്കും അത്, മനുഷ്യൻ എന്ത് വലിയൊരു പരീക്ഷണമായിരിക്കും അത്. അള്ളാഹു എളുപ്പാക്കിയതാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ എന്നതിനെ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് തഫ്സീർ ചെയ്ത് കാണാം. മറ്റു പലരും കാന ഇദാ നദറ ഇലൻ നിസാഇ ലം യസ്ബിർ, അവൻ സ്ത്രീകളേക്ക് നോക്കിയാൽ അവന് ക്ഷമിക്കാൻ സാധിക്കില്ല. അവന് ആ സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ആ അവസ്ഥയിലാണ് അവനുണ്ടാവുക. കാരണം സ്ത്രീയിലേക്ക് എപ്പോഴും പുരുഷൻ ആഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ കാണാനിടയായി. അങ്ങനെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിയായ സൈനബ് ബിവിയുടെ അടുക്കലേക്ക് പോവുകയും തന്റെ ആഗ്രഹം, ഒരു ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട തന്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു, ഇന്നൽ മർഅത തൂഖ്ബിലു ഫീ സൂറത്തി ശൈത്താൻ, ഒരു സ്ത്രീ മുന്നിടുന്നത് പിശാചിന്റെ രൂപത്തിലാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പിശാച് അവളെ അലങ്കരിച്ച് തോന്നിപ്പിക്കും, പുരുഷന് ആകർഷണീയത തോന്നിപ്പിക്കും.
വതുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ, അവൾ തിരിഞ്ഞു പോവുകയാണെങ്കിലും പിശാചിന്റെ രൂപത്തിലാണ്. പിശാച് അവളോട് ഒരു ആഗ്രഹം ഉണ്ടാക്കിപ്പിക്കും. ഫഇദാ റആ അഹദുകും റഅതൻ ഫഅജബത്ഹു ഫലിയതി അഹ്ലഹു, നിങ്ങൾ ആരെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിനോട് ഒരു ആഗ്രഹം തോന്നുന്ന ഇഷ്ടം തോന്നുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് പോവുക. ഫഇന്ന ദാലിക യറുദ്ദു മാ ഫീ നഫ്സി, നിങ്ങളുടെ നഫ്സിൽ തോന്നിയ കാര്യം അതിനെ ഇല്ലാതാക്കാൻ അതാണ് ഏറ്റവും നല്ല മാർഗം. ഈ ഹദീസിൽ നിന്ന് പല ഫായിദകളുണ്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചിലത് പറയാണ്. ഒന്നാമത്തെ ഒരു ഫായിദ ലിർഷാദു ഇല തസല്ലി അനിൽ മത്റൂബ് ബിജിൻസി, എന്താണോ ഒരു മനുഷ്യന്റെ ആവശ്യം അത് അതിന്റെ ജിൻസിൽ തന്നെ നിറവേറ്റാനുള്ള ഒരു മാതൃക ഇതിലുണ്ട്. ഉദാഹരണം, ഭക്ഷണം കഴിക്കണ സമയത്ത് ഭക്ഷണം കഴിക്കണം, വസ്ത്രത്തിന്റെ സ്ഥാനത്ത് വസ്ത്രം വേണം. അതുപോലെ ഒരു സ്ത്രീ ആവശ്യമുള്ള സ്ത്രീ തന്നെ വേണം, അഥവാ ഹലാലായിട്ട്, എന്നാൽ അത് പൂർത്തിയാവുള്ളൂ. രണ്ടാമത്തേത് അൽഅംറു ബി മുദാവാത്തിൽ ഇജാബി മിൽ മർഅത്തിൽ മുവരിസ് ലിശഹ്വതിഹാ ബിഅൻഫഇൽ അദ്വിയ, ഒരു സ്ത്രീയോട് തോന്നുന്ന ഈ ഒരു ഇഷ്ടം, ഈ ഒരു ആഗ്രഹം, അത് ശമിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്താണ്? വഹുവ ഖളാഹു വത്രി മിൻ അഹ്ലിഹി, തന്റെ ഭാര്യയോട് തീർക്കുക, ഹലാലായ ഭാര്യയിൽ അത് തീർക്കുക. വദാലിക യൻഖുദു ശഹ്വതഹു ലഹാ, അത് മുഖേന വേറൊരു പെണ്ണിനോട് തോന്നുന്ന ഈ ശഹ്വത്ത് അവന് ഇല്ലാതാക്കി കളയാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്ത്രീയും പുരുഷനും അവർക്ക് തമ്മിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് തമ്മിൽ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഇന്ന് കാലത്ത് സിനിമയും സംഗീതവും കണ്ടിട്ട് അതിൽ മുഴുകിയ ഫാന്റസി ആയിട്ടുള്ള പ്രണയത്തെ കുറിച്ചല്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാണാകാം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പെണ്ണാവാം. അവർക്ക് ഒരു കണ്ടു, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും നിലക്ക് അവർക്ക് പരസ്പരം ഇഷ്ടമായി എന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഏറ്റവും നല്ല എന്താണ്? നിക്കാഹ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുറ ലിൽ മുതഹാബൈനി മിസ്ലു നിക്കാഹ്, ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്കും പുരുഷൻ നിക്കാഹിനേക്കാൾ നല്ലൊരു കാര്യമല്ല. അവർക്ക് അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഫനിക്കാഹുൽ മഅശൂഖതി ഹുവ ദവാഉൽ ഇശ്ഖി അല്ലദീ ജഅലഹു അല്ലാഹു ദവാഉഹു ശർഅൻ വഖദറൻ. ഒരാൾക്ക്, ഒരു പുരുഷന് ഒരു പെണ്ണിനോട് ഇഷ്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഇന്നത്തെ കാലത്ത് കാണുന്ന ഈ ഫാന്റസി ആയിട്ടുള്ള ഈ സിനിമയും സംഗീതവും കണ്ടുണ്ടാകുന്ന യുവാക്കളും യുവതികളും കാണുന്ന ആ രീതിയിലുള്ള വെറും ഒരു എന്താണെന്ന് പറയാം, ഒരു ലൈംഗിക ആഗ്രഹത്തിന്റെ പിന്നാലെ പോയിട്ടുള്ള പ്രണയത്തിനല്ല പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു പുരുഷനാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണെങ്കിലും അവർക്ക് ഫിത്രത്തിയായിട്ടുണ്ടാകുന്ന ഈ ഒരു ആഗ്രഹം, ഒരു പെണ്ണിനെ കണ്ടു, വിവാഹം കഴിക്കുന്ന ആഗ്രഹം തോന്നി, അങ്ങനെ തോന്നുന്ന ഇഷ്കാണോട് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മഅശൂക്കിനെ നിക്കാഹ് കഴിക്കുക എന്ന് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഷിഫ. ആ ഇഷ്കിന്റെ ഏറ്റവും നല്ല ഷിഫ അത് സാധിക്കുമെങ്കിൽ ശറഅ് കൊണ്ടും ഖദർ കൊണ്ടും. ശറഅ് പറഞ്ഞു കഴിഞ്ഞാല് ഒരുത്തിന് അവന്റെ മഹറമായിട്ടുള്ള ഒരാളോട് പിന്നെ ഇഷ്ക് തോന്നി, എന്ത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്, ശറഅ് കൊണ്ട് പറ്റൂല. ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു പെണ്ണിനോട് ഇഷ്ക് തോന്നി, എന്നാൽ അവനേക്കാൾ ഉന്നതമായ സാമ്പത്തിക അവസ്ഥയിൽ, അല്ലെങ്കിൽ അവനേക്കാൾ ഉന്നതമായ തറവാടിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ മോളോട് ഒരു സാധാരണക്കാരന് ഇഷ്ക് തോന്നി, അത് ഭൗതികമായിട്ട് നടക്കാൻ എന്തില്ല, സാഹചര്യങ്ങളില്ല. അപ്പൊ എല്ലാ സാഹചര്യങ്ങൾ കൊണ്ട് ഒക്കുകയാണെങ്കിൽ ഒരാൾക്ക്, ഒരു അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരുവന് ഒരു പെൺകുട്ടിയോട് ഇഷ്ക് തോന്നിയാൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം അത് വിവാഹം തന്നെയാണ് എന്ന് കാണാം. അത് ഉലമാക്കളും പറയാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് ഇതുപോലെയുള്ള മാതാപിതാക്കൾ, ദീനനുസരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഒരാളോട് ഇഷ്ടമുണ്ട് എങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അകത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയെ പറയുന്നത്, അത് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നിക്കാഹിന് വേണ്ടി എളുപ്പമാക്കി കൊടുക്കണം. അതിനെന്താണോ ചെയ്യാൻ സാധിക്കുക അത് എളുപ്പമാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പിന്നെ അത് വലിയ ഫിത്നയിലേക്കാണ് പോവുക. അതുപോലെ തന്നെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വിവാഹങ്ങൾ പരിശോധിച്ച സഹോദരങ്ങളെ, തെറ്റായ വലിയൊരു ധാരണ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മുസ്ലിം സമൂഹത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച് മൊത്തം ആരും നോക്കാനില്ലാത്ത ആരോ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലാത്ത കുറെ ആൾക്കാർ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ നേട്ടങ്ങൾ വിവാഹം കഴിച്ചു, ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ നാടുകളിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അത് ശരി, അത് അങ്ങനെ തന്നെയാണ്. പല വിവാഹങ്ങളും വിശ്വാസങ്ങളെ ആരോപിക്കാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടി പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങളെ പറ്റി പലതും പറഞ്ഞു വരുത്താറുണ്ട്. പല വിവാഹങ്ങൾ കൊണ്ടും ദീനിന് വരെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട സ്ത്രീകളെ തന്നെയാണ്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യമാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്ത മകനായിരുന്ന സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വരെ ഒരു കാലത്ത് പറഞ്ഞിരുന്ന സെയ്ദിന്റെ ഭാര്യയായിരുന്നു ആര്? സൈനബ് ബീവി.
അങ്ങനെ ആ ഒരു വിവാഹത്തിൽ അവർക്ക് പല അസ്വാരസ്യങ്ങൾ കാരണം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ത്വലാഖ് ചെയ്യാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, നീ ത്വലാഖ് ചെയ്യേണ്ട, നീ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ നീ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ അവൾ വിവാഹം കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞു നീ അങ്ങനെ തന്നെ ജീവിക്കണം. പക്ഷെ സെയ്ദ് പറഞ്ഞു, എനിക്ക് പറ്റില്ല, എന്തായാലും ഒഴിവാക്കണം, ഞങ്ങൾ നേരാവുന്നില്ല. അവർ വിശ്വാസം ഉള്ളിൽ എന്ത് വിചാരിച്ചിട്ടുണ്ട്? ഞാൻ ത്വലാഖ് ആവുകയാണെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? അത് പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം ആളുകൾ എന്ത് പറയും? മുഹമ്മദ് മകന്റെ ഭാര്യനെ, അന്ന് കാലത്ത് വളർത്തു മകൻ നൽകി മകൻ എന്ന സ്ഥാനത്ത് ആൾക്കാർ കണ്ടിട്ടുള്ളത്, മകന്റെ ഭാര്യനെ കല്യാണം കഴിച്ചു എന്നുള്ള ഇത് പറയുമെന്ന് പേടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുറത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ത്വലാഖ് ആയിട്ട് ഇദ്ദയുടെ കാലം കഴിഞ്ഞപ്പോ ഇതേ സെയ്ദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ആലോചന ആരോട് പറയുന്നത്? തന്റെ മുൻ ഭാര്യയായിട്ട് സൈനബ് ബീവിനോട് പറയുന്നത്. കാരണം സെയ്ദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇദ്ദ കഴിഞ്ഞു. സെയ്ദ് അത് ആലോചിച്ച് വെക്കും, തന്റെ ത്വലാഖ് ചെയ്ത ഭാര്യനെ വേറൊരാൾക്ക് വിവാഹാലോചന പറയുന്നത് ആ ഭർത്താവിന്. സെയ്ദ് റളിയല്ലാഹു അൻഹു പോയി വീട്ടിലേക്ക് പോയി തിരിഞ്ഞു നിന്നു, ഭാര്യയല്ല, തിരിഞ്ഞു നിന്ന് വാതിലിന്റെ അവിടെ തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, യാ സൈനബ്, സൈനബ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തിബുക, നിന്നെ റസൂലുള്ളാഹി വിവാഹം അന്വേഷിച്ചിട്ടുണ്ട് എന്നറിയിക്കാൻ വന്നു. ആരാണ്? ത്വലാഖ് ചെയ്ത ഭർത്താവിനെ വന്ന് പറയാൻ. ഫഖാലത്ത്, അപ്പൊ അവര് പറഞ്ഞു, മാ അന ബിസാനിഅത്തിൻ ഷൈഅൻ ഹത്താ ഉആമിർ റബ്ബി, എന്റെ റബ്ബ് ഒരു കാര്യം തീരുമാനിക്കുന്ന ഞാൻ അതിലൊന്നും പറയണില്ല, റബ്ബിന്റെ തീരുമാനം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പിന്നെ അള്ളാഹിനോട് നിസ്കരിച്ച് ദുആ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കി. ഫലമ്മാ ഖദാ സൈദുൻ മിൻഹാ വതറ സവ്വജ്നാകഹാ, സെയ്ദിന്റെ ആവശ്യം അവളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു, അഥവാ അത് വിവാഹമോചനായിട്ടുണ്ട്. ഫസവ്വജ്നാകഹാ, ഞാനിതാ, അള്ളാഹു പറയാണ്, നാം ഇതാ നിനക്ക് അവളെ നിക്കാഹ് ചെയ്ത് നൽകുന്നു എന്ന് പറഞ്ഞു. സൈനബ് ബീവി അത് വളരെ ഒരു പെരുമയോടുകൂടി പറയാറുണ്ടായിരുന്നു ബാക്കിയുള്ള ഭാര്യമാരോട്, അൻതുന്ന സവ്വജകുന്ന അഹാലികുൻ വസവ്വജനില്ലാഹ് മിൻ ഫൗഖി സബ്ഇ സമാവാത്, നിങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് കെട്ടിച്ചു കൊടുത്ത നിങ്ങളുടെ കുടുംബമാണ്, പക്ഷെ എന്നെ അള്ളാഹു ആണ് നിക്കാഹ് നടത്തിയത് എന്ന് സൈനബ് ബീവി പറയാറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പലരും ഇത് പറയാറുള്ളത് ഈ ഒരു നിയമം നടപ്പിലാക്കാനാണ്. മക്കൾ ഇങ്ങനെയല്ല, മക്കളുടെ വളർത്തുമകൻ സ്വന്തം മകനെ പോലെയല്ല, അതിന്റെ നിയമം നടപ്പിലാക്കാനാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച് എന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അത് പേടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുറത്ത് പറയാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ആളുകൾ ഇങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ടാണ് പുറത്ത് പറയാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ വിവാഹം ഒന്ന് ആലോചിച്ച് നോക്കിയും, ബനൂ മുസ്തലഖുമായിട്ടുള്ള ജൂതഗോത്രമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പൊ ജുവൈരിയ റളിയല്ലാഹു അൻഹ, ജുവൈരിയ ബിൻത് ഹാരിസ്, അവരുടെ നേതാവിന്റെ മകളാണ്. അപ്പൊ തോൽറ്റി കഴിഞ്ഞാൽ എന്തായി? അടിമകളുടെ കൂട്ടത്തിലാണ് ആയത്. അങ്ങനെ അടിമകളുടെ കൂട്ടത്തിൽ ഈ ജുവൈരിയ റളിയല്ലാഹുവിനെ കിട്ടിയത് സാബിത്ത് ബിൻ ഖൈസ് എന്ന വ്യക്തിക്കാണ്. നെറുക്കെടുത്ത് കിട്ടിയത് അടിമയെ. അപ്പൊ ഒരാളുടെ എങ്ങനെ ഒരു അത് സാധാരണക്കാരൻ ഒരാളുടെ അടിമയായിട്ട് നിൽക്കുക എന്നുള്ളത് അവിടുത്തെ നേതാവിന്റെ മകളായി ജീവിച്ച ജുവൈരിയ റളിയല്ലാഹു അൻഹ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഈ യജമാനുമായിട്ട് ഞാൻ പൈസ തരാം, എന്നെ മോചിപ്പിക്കണം, അങ്ങനെയാണ് അടിമ സമ്പ്രദായം. ഒരു അടിമക്ക് കൊടുത്തിട്ട് മോചിപ്പിക്കാം, മുക്കാത്തബത്ത് എഴുതാം. അപ്പൊ അത് തരാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കയ്യിൽ പൈസ അല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ച് പണം തന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ വരികയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ മുസ്നദ് അഹ്മദിലെ ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഹുജറയിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജുവൈരിയ റളിയല്ലാഹു അൻഹ വരികയാണ്. ഒരു നല്ല കാണാൻ സൗന്ദര്യമുള്ള സ്ത്രീയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. അപ്പൊ ആയിഷ ബീവി പറയാണ്, ഞാൻ കണ്ടു, ജുവൈരിയ റളിയല്ലാഹു അൻഹ വരുന്നത് കണ്ടു, നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. അപ്പൊ ഭയങ്കര വെറുപ്പ് തോന്നി, ദേഷ്യം തോന്നി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കണ്ടതന്നെ റസൂലുള്ളാഹി കാണുന്നൊക്കെ തോന്നിയിരുന്നു. അതായത് ആ സൗന്ദര്യം റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടും. ആർക്കായാലും ജുവൈരിയ റളിയല്ലാഹു അൻഹ കണ്ടു കഴിഞ്ഞാൽ തന്റെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം തോന്നും എന്ന് പറയുന്നത് ആയിഷ ബീവിയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യനെ പറയുന്നത് അങ്ങനെ തോന്നും. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ജുവൈരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സാബിത്തിന് ഖൈസിന്റെ ആളെ പിന്നെ അടിമയേറ്റാൻ മാരിക്കൊന്ന് മോചിപ്പിക്കണം, മുക്കാത്തബത്ത് എഴുതിയിട്ട് കുറച്ച് പണം തന്ന് സഹായിക്കണം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് അതും പണവും നൽകാം, അതിനേക്കാൾ ഖൈറായതും നൽകാം, ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. ജുവൈരിയ റളിയല്ലാഹു അൻഹ അതിന് സമ്മതിക്കുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം കണ്ട് കല്യാണം കഴിച്ചതാണ്. ഇതൊരു തെറ്റല്ല, ഒരു പുരുഷന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ്. ഒരു പുരുഷൻ അത് അവിടെ ഹലാലാക്കുക എന്നതാണ് വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുന്ന ആളുകൾ
അവരുടെ മതമുള്ളവരാവട്ടെ, അവരുടെ നേതാക്കന്മാർ, ദിവ്യപുരുഷന്മാർ, അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകളാവട്ടെ, അവരുടെ നേതാക്കന്മാർ, അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കി. എന്തൊരു ഹലാലും ഹറാമും ഉള്ളത്? അവർ വിവാഹത്തിലൂടെ മാത്രമാണോ? പലരും ഒരുപാട് സ്ത്രീകളുമായിട്ട് വ്യഭിചാരത്തിലും അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിച്ച ആളുകൾ. ഇവർക്ക് എന്ത് അവകാശമുള്ളത്? പുരുഷന്റെ ഫിത്രത്തിൽ തോന്നുന്ന ഒരു ആഗ്രഹം, അത് ഹലാലായ രീതിയിൽ വിവാഹത്തോടു കൂടി അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ച് ഒരു ഭാര്യയ്ക്ക് പോലും തന്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു മോശം പറയാനില്ലാത്ത രീതിയിൽ മാതൃകയായി ജീവിച്ച റസൂലിനെ കുറിച്ച് ആക്ഷേപം പറയാൻ എന്ത് അധികാരം അവർക്കുള്ളത്? ഇനി പോട്ടെ, അങ്ങനെ പറയുന്നു പേടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്രയും നല്ലൊരു ഗുണങ്ങളെ എന്തിനാണ് മറച്ചു വെക്കേണ്ട ആവശ്യം? അതൊരു ഇജ്ജത്തായിട്ട് കാണണ്ടേ? അതൊരു യഥാർത്ഥത്തിൽ എന്താണ്? ഒരു നല്ല കാര്യമാണ്, പുരുഷന്റെ ഫിത്രത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അൻ-നിസാഉ വത്തീബ്. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ത്രീകളാണ്, അതുപോലെ സുഗന്ധാണ്, അഥവാ ഭാര്യമാരാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അപ്പൊ നമ്മൾ നമ്മുടെ റസൂലിനെ കുറിച്ചിട്ട് പലരും നമ്മുടെ നാടുകളിൽ സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾക്ക് പോലും അറിയില്ല. എന്തോ റസൂലിന്റെ ജുവൈരിയെല്ലാം കല്യാണം കഴിച്ചെന്നാ. അപ്പൊ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, ജൂതന്മാര്, അതിനു വേണ്ടിയിട്ട് കല്യാണം കഴിച്ച. റസൂലുള്ളാഹിക്ക് അറിയോ കല്യാണം കഴിച്ച ഒക്കെ പാടെ വരുന്നു? അതറിഞ്ഞിട്ട് കെട്ടിയതാണോ? അല്ല. റസൂലുള്ള സൗന്ദര്യം അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കണം, ചോദിച്ചു, സംഭവിച്ചു, കല്യാണം കഴിച്ചു. ഇതിലെന്താ തെറ്റുള്ളത്? നമ്മൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആളുകൾ, ജൂതന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാറുണ്ടായിരുന്നു, മാ ഹമ്മുഹു ഇല്ല നിക്കാഹ്. നിക്കാഹ് അല്ലാത്തൊരു ചിന്തയില്ല നബിക്ക്, നിക്കാഹാണ് ചിന്ത ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ട് അവർക്ക് റദ്ദ് ചെയ്തത്. ഫറദ്ദ അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു തആല ആയത്തിറക്കി സൂറത്ത് നിസായിൽ 54-ാമത്തെ ആയത്ത്, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു ഔദാര്യം നൽകിയതിന്റെ പേരിൽ ജനങ്ങളോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുകയെ? അത് നിങ്ങൾക്ക് എന്തേന്റെ ആവശ്യമാണ്? അത് അല്ലാഹു നൽകിയ ഔദാര്യമാണ്, അത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സാറാ ബീവി ഉണ്ട്. സാറാ ബീവി വളരെയധികം സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വഹബ്ബ ഹാജറ വതസറ ബിഹാ. ഹാജറ ബീവിയെ തന്റെ അടിമയാക്കി എടുക്കുകയും അതിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് 90ഓളം ഭാര്യമാരുണ്ടായിട്ടുണ്ട്. 70 എന്നും 90 എന്നും 100 എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രയും ഭാര്യമാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അന അഹബ്ബിൻ നാസ് ഇലൈഹി, ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ, തന്റെ ഭാര്യയുടെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ ഖദീജ ബിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, എനിക്ക് ഖദീജയിൽ നിന്നുള്ള ഇഷ്ടം എനിക്ക് റിസ്ഖായി കൊണ്ട് നൽകപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഫമഹബ്ബത്തു നിസാ മിൻ കമാലിൽ ഇൻസാൻ, സ്ത്രീകളോട് ഇഷ്ടം ഉണ്ടാകുക എന്നുള്ള ഒരു പുരുഷന്റെ പൂർണ്ണതയാണ്. അത് സ്ത്രീകൾ മനസ്സിലാക്കണം. ഒരിക്കലും പുരുഷൻ മോശക്കാരനായതുകൊണ്ടല്ല. പല സ്ത്രീകൾക്ക് ഒരു ധാരണ ഉണ്ട്, സ്ത്രീകളോട് ഇഷ്ടം തോന്നാന്ന് പറഞ്ഞാൽ എന്തോ പുരുഷൻ മോശക്കാരനാണ്. സ്ത്രീകൾക്കാണ് തോന്നൂല. സ്ത്രീകൾക്ക് ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ മതി, പുരുഷനെ ചിലപ്പോൾ ഒരു ഭാര്യ മതിയാവൂല. അപ്പൊ സ്ത്രീ വേറൊരു പുരുഷനെ കുറിച്ച് നല്ലൊരു സ്ത്രീ വേറൊരു പുരുഷനൊപ്പമാണെന്ന് ആലോചിക്കൂല. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല, സ്ത്രീകളോടുള്ള ഇഷ്ടം ഉണ്ടാവും. അത് ഹലാലായി നിലനിർത്തുന്നു, ഹറാമിലേക്ക് പോകുന്നില്ല എന്നതാണ് വിഷയം. അപ്പോ ഒരു പുരുഷന് സ്ത്രീയോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഓനെന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം, ഓരോ ഫിത്രത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. അപ്പോ അത് ഹലാലായി നിലനിർത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖൈറു ഹാദിഹിൽ ഉമ്മ അക്തറുഹാ നിസാഅൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആള് ഏറ്റവും കൂടുതൽ ഭാര്യമാരുള്ളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന സ്വഹാബികൾ, അവർക്ക് ഹലാലായ സ്ത്രീകളോട് ഇഷ്ടവും താല്പര്യം ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ജലൗല പറഞ്ഞൊരു യുദ്ധം, പിൽക്കാലത്ത് ഉണ്ടായ ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ലഭിച്ചത്, ഗനീമത്തിൽ ലഭിച്ചത് ജാരിയത്തുൻ കഅന്ന ഉനുഖഹാ ഇബ്രീഖു ഫിദ്ദ, ഒരു റോമക്കാരി ആയിട്ടുള്ള ഒരു അടിമപ്പെണ്ണിനെയാണ്. വളരെയധികം സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നു. ഖാല അബ്ദുള്ള, അപ്പൊ അത് ലഭിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ സബർതു അൻ ഖബ്ബൽതുഹാ വന്നാസ് യൻദുറൂൻ, ഞാൻ വിചാരിച്ചു പോയി, അടിമ സ്ത്രീ ഹലാലായിട്ടുള്ള അവർക്ക് ശാരീരികമായി ആസ്വദിക്കാനുള്ളതാണ്, ഭാര്യയെ പോലെയാണ്. പറഞ്ഞു, ആളുകൾ നോക്കിയിരിക്കാൻ ഞാൻ അവളെ ചുംബിച്ചു പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി, എനിക്ക് ക്ഷമ കിട്ടില്ലയോ എന്നുള്ളത്. കാരണം ഹലാലായിട്ടുള്ള ഇഷ്ടം സ്ത്രീകളോട് തോന്നുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, മോശമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബി ഉണ്ടായിരുന്നു, മുഗീസ് എന്ന് പറഞ്ഞിട്ട്, അടിമയായിരുന്നു. അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു ബരീറ. അങ്ങനെ ബരീറ സ്വതന്ത്രയായി. 2 അടിമയായിരുന്നു, ബരീറ സ്വതന്ത്രയായി.
ബരീറ സ്വതന്ത്രയായപ്പോ പിന്നെ മുഗീസ് അടിമയാണല്ലോ. അപ്പൊ അടിമേനെ ഭർത്താവാക്കി വെക്കുന്നതിൽ അവർക്ക് ഇഷ്ടമുണ്ടായില്ല. അങ്ങനെ അവര് ആ ബന്ധം ഒഴിവാക്കി. പക്ഷെ മുഗീസിന് വളരെയധികം ഇഷ്ടമായിരുന്നു ബരീറയെ. അപ്പൊ മുഗീസ് ഈ ഒഴിവാക്കിയതിന്റെ വിഷമത്തിൽ ബരീറയുടെ പിന്നാലെ കരഞ്ഞ് നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കരഞ്ഞിട്ട് ഇഷ്ടം കൊണ്ട് നടക്കുന്നത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോ ബരീറയോട് പോയി പറഞ്ഞു, ലൗ റാജഅതി, നിനക്ക് അവനെ തിരിച്ചെടുത്തൂടെ, നിനക്ക് ഭാര്യയും ഭർത്താവിനെ ജീവിച്ചൂടെ? ഫഖാലത്ത്, അപ്പൊ ബരീറ ചോദിച്ചു, അത്തഅ്മുറുനി യാ റസൂലല്ലാഹ്, റസൂൽ ഇത് എന്നോട് നിങ്ങൾ കൽപ്പിക്കുകയാണോ? റസൂൽ കൽപ്പിച്ചാൽ അതനുസരിക്കും, എന്നോട് കൽപ്പിക്കുകയാണോ ചോദിച്ചു. ഫഖാല, പറഞ്ഞു, ലാ ഇന്നമാ അശ്ഫഅ, ഞാൻ ഒരു ശുപാർശ ചെയ്തതാണ്, അവന്റെ വിഷമം കണ്ടിട്ട് ഞാൻ ശുപാർശ ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ലാ ഹാജത്ത് ലി ബിഹി, എനിക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞു. ഫഖാല ലി അമ്മിഹി, അപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു, യാ അബ്ബാസേ, അലാ തഅജബു മിൻ ഹുബ്ബി മുഗീസിൻ ബരീറ വമിൻ ബുഗ്ളിഹാ ലഹു, നീ അത്ഭുതപ്പെടുന്നുണ്ടോ ആ മുഗീസിന് ബരീറയോടുള്ള ഇഷ്ടം കണ്ടിട്ട്? ബരീറക്ക് തിരിച്ചിഷ്ടമല്ല, എന്നിട്ടും അവളോടുള്ള ഇഷ്ടം കണ്ട് നീ അത്ഭുതപ്പെടുകയാണോ? അവിടെ മുഗീസിന്റെ ഹുബ്ബിനെ റസൂൽ നിരാകരിച്ചിട്ടില്ല, അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ്. കാരണം അത് ഒരാൾക്ക് ഉണ്ടാകുന്നതാണ്, അതെന്ത് ചെയ്യാൻ പറ്റൂല, പിടിച്ചിരിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭാര്യമാരുടെ ഇടയിൽ നീതി കാണിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഹാദാ ഖസ്മി, അവർക്ക് ചെലവിന് കൊടുക്കുന്നത്, രാത്രികൾ വീതിച്ചു കൊടുക്കുന്നത് അതിന്റെ കഴിവുപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ട്. ഫീമ അംലിഖു, എനിക്ക് സാധിക്കുന്നത്. ഫലാ തലുംനി ഫീമ ലാ അംലിഖു, എനിക്ക് സാധിക്കാത്ത വിഷയത്തിൽ അല്ലാഹ് എന്നെ നീ പിന്നെ ആക്ഷേപിക്കരുതേ. അതായത് ഫിൽ ഹുബ്, ഇഷ്ടം ഓരോരുത്തരോട് പല കാരണങ്ങളോട് വ്യത്യസ്തപ്പെടാം. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വലൻ തസ്തതീഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും, നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഒന്നും കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കാണിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് ഏത് വിഷയത്തിലാണ്? ഫിൽ ഹുബ്ബി വൽ ജിമാ, അല്ലാതെ അവർക്ക് ചെലവിന് കൊടുക്കുന്നതിലോ രാത്രികൾ പങ്കിടുന്നതിലോ അല്ല. ഇഷ്ടം ചിലപ്പോൾ അങ്ങോട്ടും മാറും, അതുപോലെ തന്നെ ശാരീരിക ബന്ധം ചിലപ്പോൾ അങ്ങോട്ടും കൂടൊക്കെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവിടെ പറഞ്ഞത് ഹലാലായ രീതിയിൽ സ്ത്രീകളോടുള്ള സ്നേഹം അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഒരു പുരുഷന് ഒരു ഭാര്യയോടോ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ഭാര്യമാരോടോ സ്നേഹിക്കാൻ സാധിക്കും. അത് പുരുഷന് ഫിത്രത്തിയായിട്ടും ദീന് കൊണ്ടും അതുപോലെ തന്നെ ശാസ്ത്രം കൊണ്ടും എല്ലാം കൊണ്ടും തെളിയിക്കപ്പെട്ട ഒരാളും അതിനെ എതിർക്കൂല. ഒരു സ്ത്രീയെ പോലെയല്ല പുരുഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല കാര്യവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്, അതിലൊരു ആക്ഷേപവും ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സ്ത്രീകളോടുള്ള ഇഷ്ടത്തിൽ അല്ലെങ്കിൽ ഇഷ്കിന്റെ വിഷയത്തിൽ ആളുകൾ 3 തരക്കാരാണെന്ന് പറയാം. ഒന്നാമത്തേത് ഇഷ്ഖുൻ ഹുവ ഖുർബത്തുൻ വ തആഅത്തുൻ, അള്ളാഹുവിനുള്ള അനുസരണവും അള്ളാഹുവിലേക്ക് സാമീപ്യം നേടുന്ന ഇഷ്ക്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതെന്താണ്? വഹുവ ഇഷ്ഖുർ റജുലി ഇംറഅതഹു വ ജാരിയതഹു, ഒരുത്തന് തന്റെ ഭാര്യയോടോ അല്ലെങ്കിൽ അടിമ സ്ത്രീയോടോ തോന്നുന്ന ഇഷ്ടം. ആ ഇഷ്ടം എന്താണ്? അത് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഫഇന്നഹു അദ്ആ ഇലൽ മഖാസിദ് ലതി ശറഅ അല്ലാഹു ലഹൻ നിക്കാഹ്, അതുകൊണ്ടാണ് നിക്കാഹ് ശരീഅത്തിൽ ആക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അതല്ല എങ്കിൽ വഖഫുൽ സബ്രി വൽ ഖൽബി തതല്ലു ഇലാ ഗൈരി അഹ്ലി, അവനെന്താവും? ആ വിവാഹത്തിലൂടെ അവന്റെ ഭാര്യയല്ലാതെ മറ്റാരിലേക്ക് തിരിയുന്നതിൽ നിന്നും ക്ഷമ അവലംബിക്കാൻ സാധിക്കും. വലിഹാദാ യുഹ്മദ് ഹാദൽ ആശിഖ് ഇൻദല്ലാഹി വ ഇൻദന്നാസ്, അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഒരുവൻ, അങ്ങനെ ഇഷ്കുള്ള ഒരുവൻ ആളുകൾക്കിടയിലും അള്ളാഹുവിന്റെ അടുക്കലും പ്രശംസ അറിയിക്കുന്നവനാണ്. രണ്ടാമത്തേത് ഇഷ്ഖുൻ ഹുവ മഖ്തും മിനല്ലാഹി വ ബുഅദും മിൻ റഹ്മതിഹി, അള്ളാഹുവിൽ നിന്ന് കോപം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റുന്ന ഇഷ്ക്. എന്താണ്? വഹുവ അവർറു ശൈഇൻ അലൽ അബ്ദ് ഫീ ദുനിയാഹി ഫീ ദീനിഹി വ ദുനിയാഹി, അവന്റെ ദീനിലും ദുനിയാവിലും അവൻ ഏറ്റവും അധികം ദോഷമുണ്ടാക്കുന്നത്. വഹുവ ഇഷ്ഖുൽ മുർദാൻ, മുർദാനുകളോട് അഥവാ താടിയും മീശയും മുളക്കാത്ത കുട്ടികളോട്, ആൺകുട്ടികളോട് തോന്നുന്ന ഇഷ്ക്, ലിവാത്തിന്റെ ഇനത്തിൽപ്പെടുന്നത്. ഫമബുതുലിയ ബിഹി ഇല്ലാ മൻ സഖത മിൻ ഐനില്ലാ, ആർക്കെങ്കിലും അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കുറഞ്ഞവനാണ്. ഫതുരിദ അൻ ബാബിഹി വബഇദ ഖൽബുഹു അൻ, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകറ്റപ്പെട്ടവനാണ്. വഹുവ മിൻ അഅലമിൽ ഹുജ്ബി ഖാതിഅൽ ഖാതിഅ അനില്ലാ, അള്ളാഹുവിൽ നിന്ന് തടയുന്ന ഏറ്റവും വലിയ മറയാണ്. സലഫുകൾ ചില പറയാറുണ്ട്, ഇദാ സഖതൽ അബ്ദു മിൻ ഐനില്ലാ, അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് ഒരാൾ വീണു, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയില്ല എന്ന് അറിയിക്കുന്ന കാര്യമാണ് ഇബ്തിലാഹു ബിമഹബ്ബത്തിൽ മുർദാൻ. ഇതുപോലെ താടിയും വിഷയം മുളക്കാത്ത കുട്ടികളോട് ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവുക, മഹബത്ത് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹിന്റെ കണ്ണിൽ അവന് വില കുറഞ്ഞു എന്നുള്ളതിനുള്ള അടയാളമാണ്. ഇതെന്താവും? ഇത് ലിവാത്തിലേക്ക് നയിക്കും. നമുക്കറിയാം, അതിന്റെ അപകടം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ മുർദാനുകളോടുള്ള ഇഷ്ടമുള്ള ആളുകൾക്ക് മനസ്സിലായി. ഇത് ചില ആളുകൾക്ക് ഉണ്ടാവട്ടോ, വലിയ അപകടമാണ്. ചില ആളുകൾക്ക് ഒരു ദീനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരൻ ഒരിക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഇങ്ങനെ കാണുമ്പോൾ ചില കുട്ടികളോട് ഇതുപോലുള്ള ആഗ്രഹം തോന്നുന്നു, അതിനെന്താ പരിഹാരം? അതായത് അവനെ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ അവൻ അങ്ങനെ ഒരു താല്പര്യം ഉള്ളിൽ തോന്നാണ്, അവന് ഇഷ്ക് ബാധിക്കപ്പെട്ടതാണ്, വലിയൊരു പരീക്ഷണമാണ്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം പറയുന്നത് അൽ ഇസ്തിഗാസതു ബിമുഖല്ലബിൽ ഖുലൂബ്, മുഖല്ലിബിൽ ഖുലൂബ്, ഖൽബുകളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവിനോട് സഹായം തേടുക. വസിദ്ഖുൽ ലജ്ഇ ഇലൈഹി, അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ മടങ്ങുക. വലിസ്തിഗാലു ബിദിക്രി, അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകുക. വതഅബ്ബുദു ബിഹുബ്ബിഹി വഖുർബിഹി, അതിന് പകരമായി അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അടുപ്പവും വർദ്ധിപ്പിക്കുക. വതഫക്കുറു ഫിൽ ആലമി അല്ലദി യഅഖുബുഹു ആദൽ ഇശ്ക്, ഈ ഇശ്ക് കൊണ്ടുണ്ടാവുന്ന അപകടവും വേദനവും കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക. വലദ്ദത്തുല്ലതി തഫൂതുഹു ബിഹി, അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ആസ്വാദനത്തെ കുറിച്ച് ആലോചിക്കുക. വയതറത്തബു അലൈഹി ഫവാതു അലമി മഹ്ബൂബ്, അതുകൊണ്ട് അവന് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ സ്നേഹിക്കേണ്ട അള്ളാഹുവിനെയാണെന്ന് ചിന്തിക്കുക. വഹുസൂലു അലമി മക്റൂഹ്, അതുകൊണ്ട് അവന് ലഭിക്കുന്നത് ഏറ്റവും വലിയ വേദനയേറിയ കാര്യമായിരിക്കും. ഇനി ഇതൊക്കെ ഉണ്ടായിട്ടും ഫൈദാ ഖദമത് നഫ്സുഹു അലാ ഹാദാ വആസറത്ഹു, ഇതൊക്കെ ശ്രമിച്ചിട്ടും അവന് ഈ മുർദാനുകളോടുള്ള ഇഷ്ടം അത് കൂടുതലാവുകയാണെങ്കിൽ ഇബ്നുൽ ഖയ്യിം പറയാണ് ഫൽയുകബ്ബിർ അലൈഹാ തക്ബീറത്തുൽ ജനാസ, അവന്റെ മേലെ ജനാസയുടെ തക്ബീർ മുഴക്കട്ടെ. അഥവാ അവൻ നശിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. അവന് പിന്നെ നാശമാണ്, അവൻ അത്രയും അതിൽ അടിമപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമാണ് അത്. അപ്പൊ അള്ളാഹുവിന്റെ കോപം ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തേത് വൽഖസ്മു الثالث من العشق, ഇഷ്കിന്റെ മൂന്നാമത്തെ ഇനം ഇഷ്കുൻ മുബാഹുൻ ലാ യുംലക്, ഒരുത്തന് നിയന്ത്രിക്കാൻ പറ്റാത്ത അനുവദനീയമായിട്ടുള്ള ഇഷ്ക്. എന്താണ്? കഇഷ്കി മൻ മുസിഫത് ലഹു ഇംറത്തുൻ ജമീലത്തുൻ, ഒരാളുടെ അടുത്ത് സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു, അപ്പൊ അവന് അതിനോട് തോന്നുന്ന ഇഷ്ക്. ഔ റആഹാ ഫുജ്അതൻ മിൻ ഗൈരി ഖസ്ദിൻ, അല്ലെങ്കിൽ അവൻ നോക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നും അല്ലാതെ പെട്ടെന്ന് കണ്ടുപോയി, ഒരു പെണ്ണിനെ കണ്ടു, അപ്പൊ അവന് തോന്നുന്ന ഖൽബിൽ തോന്നുന്ന ഇഷ്ക്. ഫതഅല്ലഖ ഖൽബുഹു ബിഹാ, അതിനോട് ഖൽബിൽ ഒരു തഅല്ലുഖ് തോന്നി. ഫൗറസഹു ദാലിക ഇഷ്കൻ, അത് ഒരു ഇഷ്കായിട്ട് മാറി. വലം യുഹദിസ് ലഹു ദാലികൽ ഇഷ്കു മഅസിയ, അതൊരു തെറ്റാന്ന് പറയാൻ പറ്റൂല. വേണച്ചിട്ട് നോക്കാതെ അവനൊരു സ്ത്രീയെ കണ്ടു, അപ്പൊ അവന് കൽബിൽ എന്തോ ഒരു ഇഷ്ക് തോന്നി, അതൊരു തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കാരണം അത് അവന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. പക്ഷെ അവൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൽ അൻഫഉ ലഹു, അവനെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മുദാഫഅതുഹു വൽ ഇസ്തിഗാലു ബിമാ ഹുവ അൻഫഉ ലഹു മിൻഹു, അതിനേക്കാൾ ഉപകാരപ്രദമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അതിനെ എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത്. വയജിബുൽ കത്മു, അവനത് മറച്ചു വെക്കണം. വൽ ഇഫ്ഫതു, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കണം. വസ്വബ്ർ, ക്ഷമിക്കണം അവന് ബാധിച്ച ഈ ബലായിൽ. അഥവാ എപ്പോഴെങ്കിലും ഒരു പിന്നെ കണ്ടൊരു ഇഷ്ക് തോന്നിയാൽ അത് ക്ഷമിക്കുകയും മറച്ചു വെക്കുകയും ചെയ്ത് പിടിച്ചു വെക്കുകയാണ് വേണ്ടത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അൽ ഇഷ്ഖാഖു സലാസത്തു അഖ്സാമിൻ, അതുപോലെ തന്നെ ഇഷ്കുള്ള ആളുകൾ മൂന്ന് ഇനങ്ങളാണ് ഉണ്ടാവുക. ഇഷ്ക് ഉണ്ടാകുന്ന ഒരാൾക്ക് ഇഷ്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മൂന്ന് തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് മയ്യഅ്ശിഖുൽ ജമാലൽ മുത്ലഖ്, നിരുപാധികം എന്തിനെ കണ്ടാലും അവന് ഇഷ്ടമായിരിക്കും. അവന് ഭംഗിയുള്ള ആരെ കണ്ടാലും അവന് ഇഷ്ടമായിരിക്കും. ഏതൊരു പെണ്ണെ കണ്ടാലും അവന് ഇഷ്ടം ഉണ്ടാവുന്ന അവസ്ഥ, അങ്ങനെ ആളുകൾ ഉണ്ടാവും. അത് ദുർബലമായിട്ടുള്ള ഇഷ്കാണ്, യാതൊരു ശക്തിയും ഇല്ലാത്ത അത് ഒരു ദുർബലതയാണ്. രണ്ടാമത്തേത് മയ്യഅ്ശിഖുൽ ജമാലൽ മുഖയ്യദ്, ചില പ്രത്യേക സൗന്ദര്യം കണ്ടാൽ മാത്രം, ചില സൗന്ദര്യങ്ങൾ കണ്ടാൽ മാത്രം. സവാഉൻ തമഅ ഫീ യുസാലി ഹൗല, അത് അവന് ഹലാലായി കിട്ടാനുള്ള അവസരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനൊരു പ്രത്യേക സൗന്ദര്യം കാണുമ്പോൾ ഇഷ്ടം തോന്നാതുള്ളത്, അത് ഒന്നാമത്തേക്കാൾ ഒന്നുകൂടിയും ശക്തമായിട്ടുള്ളതായിരിക്കും. മൂന്നാമത്തേത് മൻ ലാ യഅ്ശിഖു ഇല്ലാ മൻ യത്മഉ ഫിൽ വുസൂലി ഇലൈഹി, അവന് ലഭിക്കുമെന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ അവന് നേടാൻ സാധിക്കും, ഹലാലായി കിട്ടാൻ വഴിയുണ്ട് എന്ന് ഉറപ്പുള്ളതിനോട് മാത്രം ഇഷ്ക് തോന്നുന്നവൻ, അതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഉണ്ടാവുക. കാരണം അവനത് ലഭിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ മൂന്ന് തരത്തിൽ ഇഷ്കിന്റെ ആളുകൾ ഉണ്ടാകും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോ ഈ കിതാബ് ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ കിതാബിന്റെ ആകെ തുക എന്നുള്ളത് ഏതൊരു പരീക്ഷണവും അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക്, അതൊരു വ്യക്തിയാവട്ടെ വസ്തു ആവട്ടെ, നമ്മുടെ ഖൽബ് തഅല്ലുഖാകുന്ന, ഖൽബ് തിരിയുന്ന, അല്ലെങ്കിൽ അതിനോട് നമ്മുടെ ഇഷ്ടം നിറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കിതാബ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം. അറബി അറിയുന്ന തുലാബുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കിതാബ് വായിക്കണം. ഒരുപാട് ഉപകരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ കേട്ട ആളുകൾ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നറിയില്ല, വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല ദായിമാരും ഈ കിതാബ് എടുക്കുന്നുണ്ട്, അവരെ കേൾക്കുക. ഇനി ഇംഗ്ലീഷ് അറിയുന്ന, അത് കേൾക്കുന്ന കോളേജിലോ മറ്റോ പഠിക്കുന്ന യുവതി യുവാക്കളാണെങ്കിൽ, ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലുണ്ട്, അത് വായിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണം നേരിടുമ്പോൾ, അള്ളാഹുവിൽ നിന്ന് തെറ്റി വേറെ എന്തിലേക്കെങ്കിലും നമ്മുടെ ഖൽബ് തെറ്റിപ്പോകുമ്പോൾ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ്. ഇതിന്റെ ആകത്തുക അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെ, അത് ഹറാമായാലും ഹലാലിൽ ഫുദൂലാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഹറാമായ ഒരു ഇഷ്ടം നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ മറികടക്കാൻ അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഖൽബ് നിറയലും മാത്രമേ വഴിയുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഒരുത്തന് അവന്റെ ഖൽബിൽ നിറക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു ആസ്വാദനം ദുനിയാവിലില്ല. അതാണ് ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോ ഇതെല്ലാം പറഞ്ഞിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു ആയത്ത് എന്നുള്ളത് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അള്ളാഹുവിന്റെ സ്ഥാനം ഒരുത്തൻ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നുള്ള ഒരു ബോധം ഉണ്ടാവുക. എന്നിട്ട് അവന് തോന്നുന്ന ഇച്ഛകൾ, അവന് പലതിനോട് ഇഷ്ടം തോന്നാം. അവന് ഏറ്റവും ഇഷ്ടമുള്ള പല തിന്മകൾ ഉണ്ടാവാം, പല വ്യക്തികൾ ഉണ്ടാവാം. ഒരു ഇഷ്ക് ബാധിച്ച ഒരു പെണ്ണിനോട് ഇഷ്ടം ഉണ്ടാവാം, വളരെ ശക്തമായിരിക്കും. പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് എനിക്ക് അതിനേക്കാൾ വലുത് എന്ന നിലക്ക് അതിനെ ഒഴിവാക്കാൻ, അതിനെ മാറ്റാൻ ആരാണോ തയ്യാറാകുന്നത്, അവന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുന്നത്, അവനാണ് സ്വർഗ്ഗമുള്ളത്. അതായത് നമുക്ക് നാളെ അള്ളാഹിനോട് പറയാൻ എന്തെങ്കിലും വേണ്ട, അള്ളാഹ് നിനക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കിയ എന്റെ ഇഷ്ടതാണ്, നിനക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കിയ ഇഷ്ടം. ഹറാം എന്തായാലും ഒഴിവാക്കണം. ഹലാലിൽ പോലും അള്ളാഹ് നിന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ ഇഷ്ടമുള്ളത് ഞാൻ ചെലവഴിച്ച ഇതാണ്. നിന്റെ തൃപ്തിക്ക് വേണ്ടി നീ നൽകിയ പരീക്ഷണത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ക്ഷമിച്ചത് ഇതാണ് എന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടെങ്കിലോ അത് ഏറ്റവും വലിയ മഹത്തായ കാര്യമായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ കാണുന്ന ഏതൊരു ചലനവും അത് അള്ളാഹുവിന്റെ ഹുബ്ബുകൊണ്ട് മാത്രമാണ്. അള്ളാഹിന്റെ ഹുബ്ബുണ്ട്. അപ്പൊ നമ്മുടെ ഏതൊരു ചലനവും അത് അള്ളാഹുവിനോടുള്ള ഹുബ്ബുണ്ടായിരിക്കണം. അങ്ങനെ ആക്കാൻ ഒരാൾക്ക് പറ്റിയോ അവൻ എന്താണ് പറയാ, ഏറ്റവും ഉന്നതമായിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനത്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിനോടുള്ള ആ സ്ഥാനത്തെ ഭയപ്പെട്ടവൻ അവന് 2 സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വനസ്അലുല്ലാഹൽ അസീം റബ്ബൽ അർശിൽ കരീം അയജ്അലനാ മിമ്മൻ ആഥറ ഹുബ്ബഹു അലാ ഹവാഹ് വബ്തഗാ ബിദാലിക ഖുർബഹു വറിദാ. മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുന്ന, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അള്ളാഹുവിന്റെ സാമീപ്യവും തൃപ്തിയും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കിതാബ് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. വളരെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ അറബി ഭാഷ പഠിക്കുന്ന, വളരെ വൈകിയാണ് ഞാൻ തൊലബിൽ ഇറങ്ങുന്നത്. അറബി ഭാഷ പഠിക്കാൻ തുടങ്ങുന്ന കാലത്തെ ഞാൻ ഈ കിതാബ് കൈ പിടിച്ച് നടക്കാറുണ്ട്, എനിക്കത് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ കിതാബ്. ആളുകൾക്ക് വായിക്കണം തന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ ഇതിന് തൗഫീഖ് നൽകിയതിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാക്കട്ടെ. ഈ മഹത്തായ കിതാബ് എഴുതിയ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് ഖബർ വിശാലമാക്കി നമ്മുടെ സ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടാൻ, അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കാനും അതൊരു ലക്ഷ്യമായി എടുക്കാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.